നമസ്കാരം. വാർത്തകളും വിശേഷങ്ങളുമായി സൗത്ത് വിഷൻ ന്യൂസിലേക്ക് സ്വാഗതം. ഇന്നത്തെ പ്രധാന സംഭവ വികാസങ്ങളിലേക്ക്. തെക്കുംഭാഗം സ്വദേശിനി അതുല്യയുടെ മരണം. ഭർത്താവ് സതീഷിനെതിരായ കൊലപാതക കുറ്റം ഒഴിവാക്കാനൊരുങ്ങി ക്രൈംബ്രാഞ്ച്. ആത്മഹത്യ പ്രേരണ ചുമത്തും. കൊല്ലത്തും ആലപ്പുഴയിലും കൊച്ചി മാതൃകയിൽ വാട്ടർ മെട്രോ. സാധ്യതാ പഠനം 2 മാസത്തിനകം. പഠനം തുടങ്ങി 2 മാസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കും. തീരദേശ ഹൈവേയുടെ 2ാം റീച്ച് സർവേ ഉടൻ ആരംഭിക്കും. ശക്തികുളങ്ങര, കൊല്ലം വെസ്റ്റ് വില്ലേജുകളിൽ നിന്ന് ഭൂമി ഏറ്റെടുക്കാൻ അനുമതി. സംസ്ഥാനത്ത് തുലാവർഷം എത്തിയതായി കാലാവസ്ഥാ കേന്ദ്രം. തെക്കു പടിഞ്ഞാറൻ മൺസൂൺ പൂർണ്ണമായും പിന്മാറി. തെക്കൻ കേരളത്തിൽ ഇടിമിന്നലോട് കൂടിയ ശക്തമായ മഴ തുടരും. വിശദമായ വാർത്തകളിലേക്ക്. ഷാർജയിൽ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച അതുല്യയുടെ ഭർത്താവ് സതീഷിനെതിരായ കൊലപാതക കുറ്റം ഒഴിവാക്കാൻ ഒരുങ്ങി ക്രൈംബ്രാഞ്ച്. സതീഷിനെതിരെ ചുമത്തിയ കൊലപാതക കുറ്റത്തിന് തെളിവ് കണ്ടെത്താനായില്ലെന്നാണ് ക്രൈംബ്രാഞ്ച് പറയുന്നത്. പ്രതിക്കെതിരെ ആത്മഹത്യാ പ്രേരണ ചുമത്തും. കൊലപാതക കുറ്റം നിലനിൽക്കില്ലെന്ന് കോടതിയും ചൂണ്ടിക്കാണിച്ചിരുന്നു. പുതിയ വകുപ്പുകൾ ചേർത്ത റിപ്പോർട്ട് ഉടൻ കോടതിയിൽ സമർപ്പിക്കും. ഷാർജയിൽ നിന്ന് തെളിവുകൾ ശേഖരിക്കാനുള്ള ശ്രമവും തുടരും. ക്രൈംബ്രാഞ്ച് അറസ്റ്റ് ചെയ്ത സതീഷ് നിലവിൽ റിമാൻഡിലാണ്. ജൂലൈ 19-നാണ് ഭർത്താവ് സതീഷിനൊപ്പം ഷാർജയിലെ ഫ്ളാറ്റിൽ താമസിച്ചിരുന്ന അതുല്യയെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. സതീഷിന്റെ പീഡനമാണ് അതുല്യയുടെ ജീവനെടുത്തതെന്നാണ് വീട്ടുകാരുടെ പരാതി. അതുല്യയെ കൊലപ്പെടുത്തുമെന്ന് സതീഷ് ഭീഷണിപ്പെടുത്തുന്ന ദൃശ്യങ്ങളും പുറത്തു വന്നിരുന്നു. അതുല്യ നേരിട്ട പീഡനത്തിന്റെ തെളിവുകളെല്ലാം കുടുംബം ക്രൈംബ്രാഞ്ചിന് കൈമാറുകയും ചെയ്തിരുന്നു. അതേസമയം അതുല്യ ആത്മഹത്യ ചെയ്തെന്നായിരുന്നു ഷാർജയിലെ ഫോറൻസിക് പരിശോധനാ ഫലം. കേസിൽ കൊലപാതകത്തിന് പ്രഥമ ദൃഷ്ട്യാ തെളിവില്ലെന്നും എഫ്ഐആറിൽ ചേർത്ത കൊലപാതക വകുപ്പുകൾ നിലനിൽക്കില്ലെന്നുമാണ് കോടതി നേരത്തെ വ്യക്തമാക്കിയത്. കേസിൽ പ്രോസിക്യൂഷൻ ആത്മഹത്യാ പ്രേരണയ്ക്കുള്ള വകുപ്പുകൾ ചേർക്കാത്തതിൽ കോടതി നിരാശ പ്രകടിപ്പിക്കുകയും ചെയ്തു. അതുല്യയുടെ മരണം കൊലപാതകമാണെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ചവറ തെക്കുംഭാഗം പോലീസ് കേസെടുത്തിരുന്നത്. ഇതാണ് കൊല്ലം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി തള്ളിയത്. കഴിഞ്ഞ മാസം സതീഷിന്റെ മുൻകൂർ ജാമ്യം കൊല്ലം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി റദ്ദാക്കിയിരുന്നു. നിലവിൽ അതുല്യയുടെ ഭർത്താവ് സതീഷിനെതിരായ കൊലപാതക കുറ്റം ഒഴിവാക്കാൻ ഒരുങ്ങുകയാണ് ക്രൈംബ്രാഞ്ച്. സതീഷിനെതിരെ ചുമത്തിയ കൊലപാതക കുറ്റത്തിന് തെളിവ് കണ്ടെത്താനായില്ലെന്നാണ് ക്രൈംബ്രാഞ്ച് പറയുന്നത്. ന്യൂസ് ബ്യൂറോ, ചവറ. തേവലക്കരയിൽ വിശ്വാസി സംഗമം നടത്തി. പന്മന ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. സ്വർണ്ണക്കൊള്ള നടത്തിയ ദേവസ്വം ബോർഡിനും സംസ്ഥാന സർക്കാരിനും എതിരായാണ് വിശ്വാസി സംഗമം നടത്തിയത്. ചവറ ബ്ലോക്ക് പഞ്ചായത്തിൽ സംഘടിപ്പിച്ച സമ്മോഹനം ഭിന്നശേഷി കലോത്സവത്തിലാണ് സമാപനമായത്. കലോത്സവത്തിന്റെ സമാപന സമ്മേളനം മുൻ മന്ത്രി ഷിബു ബേബി ജോൺ ഉദ്ഘാടനം ചെയ്തു. എന്റെ പൊതുജീവിതത്തിൽ ഇത്രയും സന്തോഷം നൽകിയ ഒരു ചടങ്ങ് വേറെ ഉണ്ടായിട്ടില്ല എന്ന് പറയാൻ ഞാൻ ഇങ്ങോട്ട് കടന്നു വന്നപ്പോൾ സത്യം പറഞ്ഞാൽ ആ നിമിഷം മറ്റൊരു ലോകത്തേക്ക് പോകുന്ന നിലയിലേക്കുള്ള ഒരു വല്ലാത്ത അനുഭൂതിയാണ് ലഭിച്ചത്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത് അവിസ്മരണീയമായി എന്നുള്ളത്. ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളിൽ നിന്ന് കിട്ടുന്നത് ഒരിക്കലും മറക്കാനാകാത്ത ഓർമ്മകളായി. 2 കാര്യങ്ങൾ പരാമർശിച്ച് ഞാൻ അവസാനം. ഈ കുഞ്ഞുങ്ങളുമായി വിമാനയാത്ര സംഘടിപ്പിച്ചത് തന്നെ വളരെ വേറിട്ട വ്യത്യസ്തമായ ഒരു പരിപാടിയാണ്. സമൂഹത്തിന്റെ ഉത്തരവാദിത്വമാണ് ഈ കുഞ്ഞുങ്ങൾക്ക് ആനന്ദം നൽകുക. ആ അർത്ഥത്തിൽ എത്രയോ പരിപാടികൾ. അതുപോലെ ഇത് അദ്ദേഹം ഞാനുമായിട്ട് ആലോചിച്ചു എന്ന് പറഞ്ഞത് ശരിയാണ്. പക്ഷെ ഇങ്ങനെ ഒരു കാര്യം മറ്റെവിടെയും ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. എന്താണെങ്കിലും വളരെ വേറിട്ട ഒന്നുതന്നെ. തുടർന്നും ഈ ബ്ലോക്ക് പഞ്ചായത്തിന്റെ കാലാവധി പൂർത്തീകരിച്ചാൽ തുടർന്ന് വരുന്ന ബ്ലോക്ക് പഞ്ചായത്തുകൾ എല്ലാവരും
ജനപ്രതിനിധികളും ഉത്തരവാദിത്തമായി ഏറ്റെടുത്തു. ഉജ്ജ്വല ബാല്യ പുരസ്കാര ജേതാവ് യാസീന് ആദരവ് നൽകി. സമ്മാനദാനവും ഷിബു ബേബി ജോൺ നിർവഹിച്ചു. ചവറ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സന്തോഷ് തുപ്പാശ്ശേരി അധ്യക്ഷത വഹിച്ചു. ഈ കലോത്സവങ്ങളിലൂടെ ഈ കുഞ്ഞുമക്കളുടെ വിഭിന്നമക്കളായിട്ടുള്ള ഡിഫറൻ്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള കുട്ടികളുടെ കഴിവുകൾ നമുക്ക് എല്ലാവർക്കും കൂടെ കാണാൻ സാധിച്ചു. ഇന്ന് ഒരു വലിയ സന്തോഷമായി എല്ലാവർക്കും അത് മാറുമ്പോൾ അവരുടെ അമ്മമാരായിട്ടുള്ള അംഗനവാടി ടീച്ചർമാർ നൃത്തച്ചുവടുകളുമായി എത്തിയത് ഈ വേദിയെ സന്തോഷത്തിമർത്തിലെത്തിക്കുവാൻ നിങ്ങളുടെ ആഹ്ലാദങ്ങൾക്ക് കൂടി വേണ്ടിയിട്ടാണ്. ട്രെയിനർമാർ അവരുടെ കലാപരിപാടികൾ എത്ര മനോഹരമായിരുന്നു. അതുപോലെ ICDSന്റെ അവസാനം ഇവിടെ നടന്ന ഡാൻസ് ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങൾ വലിയ കലാകാരന്മാരല്ലായെങ്കിൽ പോലും നിറഞ്ഞ കയ്യടിയും നിറഞ്ഞ പുഞ്ചിരിയും സമ്മാനിക്കാൻ കഴിയുന്ന ഏറ്റവും നല്ല ഡാൻസുകളിൽ ഒന്നായി ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളുടെ കലാപരിപാടികളും മാറുന്നത് നാം എല്ലാം വീക്ഷിക്കുകയുണ്ടായി. ഇതെല്ലാം നമ്മുടെ സന്തോഷത്തിലേക്ക് ഇന്നത്തെ ദിവസത്തെ ഓർക്കാനാണ്. ഇന്നത്തെ ദിവസം നമ്മുടെ എല്ലാം മനസ്സിൽ ഒക്ടോബർ 16 നമുക്ക് മറക്കാൻ കഴിയാത്ത അനുഭവമായി നമുക്ക് മാറുകയാണ്. തെക്കുംഭാഗം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് തങ്കച്ചി പ്രഭാകരൻ, M പ്രസന്നൻ ഉണ്ണിത്താൻ, ജോസ് സുമൽരാജ്, നിഷ സുനീഷ്, പ്രഭാകരൻ പിള്ള, സജി അനിൽ, ഷാജി എസ് പള്ളിപ്പാടൻ, ജോയി ആന്റണി, പ്രിയ ഷിനു, ജിജി, സി രതീഷ്, പ്രേംശങ്കർ എസ്, L ലക്ഷ്മി എന്നിവർ പങ്കെടുത്തു. ചവറ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സോഫിയ സലാം സ്വാഗതം പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, ചവറ. സംസ്ഥാനത്ത് സ്വർണ്ണവില വീണ്ടും വർദ്ധിച്ചു. ഒറ്റയടിക്ക് പവന് കൂടിയത് 2840 രൂപ. ഇതോടെ പവന് 97,360 രൂപയായി. ഗ്രാമിന് 355 രൂപ വർദ്ധിച്ച് 12,170 രൂപയായി. 1 ഗ്രാം സ്വർണത്തിന് 305 രൂപയും 1 പവൻ സ്വർണത്തിന് 2440 രൂപയുടെയും വർധനമാണ് ഉണ്ടായത്. 97,360 രൂപയാണ് വെള്ളിയാഴ്ച 1 പവൻ സ്വർണത്തിന്റെ വില. 1 ഗ്രാം സ്വർണത്തിന് വെള്ളിയാഴ്ച 12,170 രൂപയാണ് വില. കഴിഞ്ഞ ഒരാഴ്ചക്കിടെ 5,640 രൂപയുടെ വർധനവാണ് ഉണ്ടായത്. 18 ക്യാരറ്റ് സ്വർണത്തിനും ചരിത്രത്തിൽ ആദ്യമായി 10,000 രൂപ കടന്നു. ഗ്രാമിന് 10,005 രൂപയും പവന് 80,040 രൂപയുമായി. വെള്ളിയാഴ്ച 1 പവൻ സ്വർണം ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ വാങ്ങണമെങ്കിൽ 1,05,000 രൂപയ്ക്ക് മുകളിൽ നൽകണം. പണിക്കൂലി, GST, ഹോൾമാർക്കിംഗ് ഫീസ് എന്നിവ കൂടി ചേർത്ത് 1 പവന്റെ ആഭരണത്തിന് വൻ വില നൽകേണ്ട അവസ്ഥയാണ്. സ്വർണ്ണാഭരണത്തിന്റെ കുറഞ്ഞ പണിക്കൂലി 5%. ന്യൂസ് ഡെസ്ക്. ഇടമണ്ണിൽ വീട്ടമ്മയുടെ കച്ചവട സ്ഥാപനം തകർത്തതായി പരാതി. ആനപ്പെട്ടകൊങ്കൽ സ്വദേശിനി ബീനയുടെ തട്ടുകടയാണ് തകർത്തത്. ബിരിയാണിയും നാരങ്ങ വെള്ളവും വിൽപ്പന നടത്തിവന്ന കടയും ഉപകരണങ്ങളുമാണ് നശിപ്പിച്ചത്. ഉപജീവനത്തിനായി വീട്ടമ്മ നടത്തിവന്ന കടയും ഉപകരണങ്ങളും നശിപ്പിച്ചതായാണ് പരാതി ഉയരുന്നത്. കൊല്ലം തിരുമംഗലം ദേശീയപാതയിൽ ഇടമൺ സബ്സ്റ്റേഷന് സമീപം കഴിഞ്ഞ ദിവസം രാത്രിയോടെയാണ് സംഭവം. ആനപ്പെട്ടകൊങ്കൽ സ്വദേശിനി ബീന എന്ന വീട്ടമ്മയാണ് ഇവിടെ ബിരിയാണിയും നാരങ്ങ വെള്ളവും വിൽപ്പന നടത്തി വന്നത്. കഴിഞ്ഞ ദിവസം പകൽ കച്ചവട സ്ഥലത്ത് എത്തിയപ്പോഴാണ് അക്രമം ശ്രദ്ധയിൽപ്പെട്ടത്. കടയിലുണ്ടായിരുന്ന 5 കസേരകളും 2 ടേബിളുകളും പൂർണ്ണമായും അടിച്ചു തകർത്ത നിലയിലാണ്. ഇരുമ്പിൽ നിർമ്മിച്ച ടേബിൾ മറിച്ചിട്ട നിലയിലും കാണപ്പെട്ടു. സംഭവത്തിൽ ബീന തെന്മല പോലീസിൽ പരാതി നൽകി.
രാത്രികാലങ്ങളിൽ ഈ പ്രദേശങ്ങളിൽ പോലീസ് പെട്രോളിംഗ് ശക്തമാക്കണമെന്ന ആവശ്യം ഉയർന്നിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, തെന്മല. ശാസ്താംകോട്ട സിനിമാ പറമ്പ് മണക്കാട്ടുമുക്ക് ചക്കുവള്ളി കനാൽ റോഡ് നവീകരിക്കണമെന്ന ആവശ്യം. റോഡിലെ വെള്ളക്കെട്ടിൽ വാഴ നട്ട് നാട്ടുകാർ പ്രതിഷേധിച്ചു. കാൽനട യാത്ര പോലും കഴിയാത്ത തരത്തിൽ റോഡ് തകർന്നു കിടക്കുകയാണ്. സിനിമാ പറമ്പിന് പടിഞ്ഞാറ് ഭാഗത്തുള്ള മണക്കാട്ടുമുക്ക് ചക്കുവള്ളി കനാൽ റോഡാണ് ഏറെക്കാലമായി തകർന്നു കിടക്കുന്നത്. കാൽനട യാത്രികർക്ക് പോലും നടക്കാൻ കഴിയാത്ത സ്ഥിതിയാണുള്ളത്. ഇരുചക്രവാഹനക്കാരായ സ്ത്രീകൾ ഉൾപ്പെടെ ഇവിടെ അപകടത്തിൽപ്പെടുന്നത് പതിവാണ്. ഗ്രാമ ബ്ലോക്ക് പഞ്ചായത്തുകളിൽ നാട്ടുകാർ പരാതി നൽകിയിട്ടും യാതൊരു നടപടികളും ഉണ്ടായിട്ടില്ല. പ്രദേശത്തെ ദുരവസ്ഥ മനസ്സിലാക്കി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഡോക്ടർ PK ഗോപൻ റോഡ് നവീകരണത്തിന് തുക അനുവദിച്ചിട്ടുണ്ട്. എന്നാൽ KIPയുടെ ഉടമസ്ഥതയിലുള്ള റോഡായതിനാൽ KIPയുടെ അംഗീകാരമില്ലാതെ നവീകരണ പ്രവർത്തനങ്ങൾ നടക്കുകയില്ല. ഫണ്ട് KIPക്ക് കൈമാറണമെന്നാണ് അവരുടെ നിലപാട്. ഈ സാഹചര്യത്തിൽ റോഡിന്റെ ടെൻഡർ ജോലികളും തടസ്സപ്പെട്ടിരിക്കുകയാണ്. 9 വർഷം മുമ്പ് KIPയുടെ അംഗീകാരത്തോടെ 10 ലക്ഷം രൂപയുടെ നവീകരണം റോഡിൽ നടത്തിയിട്ടുണ്ട്. KIPയുടെ ജനദ്രോഹ നടപടികളിൽ പ്രതിഷേധിച്ചാണ് നാട്ടുകാരുടെ നേതൃത്വത്തിൽ റോഡിലെ കുഴിയിൽ വാഴ വെച്ച് പ്രതിഷേധിച്ചത്. സാങ്കേതിക പ്രശ്നം അടിയന്തരമായി പരിഹരിക്കണം എന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ന്യൂസ് ബ്യൂറോ, ശാസ്താംകോട്ട. സംസ്ഥാനത്ത് തുലാവർഷം എത്തിയതായി കേന്ദ്ര കാലാവസ്ഥാ കേന്ദ്രം. തെക്കു പടിഞ്ഞാറൻ മൺസൂൺ പൂർണ്ണമായും പിന്മാറി. തെക്കൻ കേരളത്തിൽ ഇടിമിന്നലോട് കൂടിയ ശക്തമായ മഴ തുടരും. സംസ്ഥാനത്ത് തുലാവർഷം ആരംഭിച്ചതായി കേന്ദ്ര കാലാവസ്ഥാ വിഭാഗം. തെക്കുകിഴക്കൻ അറബിക്കടലിനും അതിനോട് ചേർന്നുള്ള ലക്ഷദ്വീപ് പ്രദേശങ്ങൾക്ക് മുകളിൽ ചക്രവാത ചുഴി സ്ഥിതി ചെയ്യുന്നുണ്ട്. ഈ സാഹചര്യത്തിൽ തെക്കൻ കേരളത്തിൽ മഴ ശക്തമായി തുടരും. 18-ന് പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, ഇടുക്കി, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. 19-ന് പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലും യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. 19-ന് പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് യെല്ലോ അലർട്ട്. 20-ന് മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലും 21-ന് പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലും യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിക്കപ്പെട്ടിരിക്കുന്നത്. തെക്കുകിഴക്കൻ അറബിക്കടലിനും അതിനോട് ചേർന്നുള്ള ലക്ഷദ്വീപ് പ്രദേശങ്ങൾക്ക് മുകളിൽ ചക്രവാത ചുഴി സ്ഥിതി ചെയ്യുന്നുണ്ട്. ശനിയാഴ്ചയോടെ ഇത് തെക്കുകിഴക്കൻ അറബിക്കടലിനും അതിനോട് ചേർന്നുള്ള കേരള, കർണാടക തീരങ്ങൾക്ക് സമീപമുള്ള ലക്ഷദ്വീപിനും മുകളിലായി ന്യൂനമർദ്ദമായി ശക്തി പ്രാപിക്കും. അടുത്ത 48 മണിക്കൂറിനുള്ളിൽ ഇത് തീവ്ര ന്യൂനമർദ്ദമാകും. ഈ സാഹചര്യത്തിൽ അടുത്ത 7 ദിവസം വ്യാപകമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം വ്യക്തമാക്കുന്നു. ന്യൂസ് ഡെസ്ക്. നയാര ഉൾപ്പെടെയുള്ള കമ്പനികൾക്ക് ബ്രിട്ടൻ ഉപരോധം ഏർപ്പെടുത്തി. റഷ്യയുടെ സാമ്പത്തിക സ്രോതസ്സുകൾ കുറയ്ക്കാൻ ലക്ഷ്യമിട്ടുള്ള നടപടികളുടെ ഭാഗമായാണ് ബ്രിട്ടന്റെ നടപടി. ബ്രിട്ടൻ ഉപരോധം ഏർപ്പെടുത്തിയ ഏക ഇന്ത്യൻ കമ്പനിയാണ് നയാര. കേരളത്തിലെ ഉൾപ്പെടെ നയാര എനർജി പ്രവർത്തിക്കുന്നുണ്ട്. റഷ്യൻ നിക്ഷേപമുള്ള എണ്ണ കമ്പനികൾക്കാണ് ബ്രിട്ടൻ നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുള്ളത്. ഇതിലാണ് ഇന്ത്യയിലെ പ്രധാന എണ്ണ സംസ്കരണ കമ്പനിയായ നയാരയും ഉൾപ്പെട്ടത്. യുക്രൈനുമായി യുദ്ധം തുടരുന്ന റഷ്യയുടെ സാമ്പത്തിക സ്രോതസ്സുകൾ കുറയ്ക്കുന്നത് ലക്ഷ്യമിട്ടാണ് ബ്രിട്ടന്റെ നടപടി. റഷ്യയുടെ എണ്ണ വിപണനവുമായും പ്രതിരോധ ഘടകങ്ങൾ നൽകുന്നതുമായും ബന്ധപ്പെട്ട കമ്പനികൾക്കാണ് ഉപരോധം കൊണ്ടുവന്നിട്ടുള്ളതെന്നാണ് ബ്രിട്ടന്റെ വിശദീകരണം. ചൈനയിലെ 4 എണ്ണ ടെർമിനലുകൾ, റഷ്യൻ എണ്ണ കൊണ്ടുപോകുന്ന 44 ടാങ്കറുകൾ എന്നിവയ്ക്കൊപ്പമാണ് ഇന്ത്യയുടെ നയാര എനർജിയെയും ഉപരോധത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. റഷ്യൻ എണ്ണ കമ്പനികളായ റോസ്നെഫ്റ്റിനെയും ലൂക്കോയിലിനെയുമാണ് ഉപരോധത്തിലൂടെ ബ്രിട്ടൻ ലക്ഷ്യമിടുന്നത്. ഈ കമ്പനികൾക്ക് ആഗോളതലത്തിൽ വിപുലമായ ബന്ധങ്ങൾ നൽകുന്ന കമ്പനികൾക്കാണ് ഉപരോധം കൊണ്ടുവന്നിട്ടുള്ളത്. അതേസമയം ഉപരോധം ഏകപക്ഷീയമാണെന്ന് നയാര പ്രതികരിച്ചു. ഇന്ത്യയുടെ നിയമങ്ങളെല്ലാം പാലിച്ചാണ് കമ്പനി പ്രവർത്തിക്കുന്നത്. രാജ്യത്തെ ഊർജ്ജാവശ്യങ്ങൾ നിറവേറ്റുന്നതിൽ കമ്പനി വലിയ പിന്തുണ നൽകുന്നു. അന്താരാഷ്ട്ര നിയമങ്ങൾ അവഗണിച്ചാണ് കമ്പനിക്കെതിരായ നടപടിയെന്നുമാണ് നയാരയുടെ പ്രതികരണം. ഇന്ത്യയിലെ 2ാമത്തെ വലിയ എണ്ണ സംസ്കരണ കേന്ദ്രമാണ് നയാര. ന്യൂസ് ഡെസ്ക്. ഭൂരഹിതരില്ലാത്ത കേരളം എന്ന സ്വപ്നം യാഥാർത്ഥ്യത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണെന്ന് മന്ത്രി കെ രാജൻ. ഏരൂരിൽ സ്മാർട്ട് വില്ലേജ് ഓഫീസ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. 50 ലക്ഷം രൂപ വിനിയോഗിച്ചാണ് കെട്ടിടം നിർമ്മിച്ചത്. ഭൂരഹിതരില്ലാത്ത പുനലൂർ പദ്ധതിയും പ്രദേശത്തെ ഭൂമി പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തുമെന്നും മന്ത്രി കെ രാജൻ. ഭൂരഹിതരില്ലാത്ത കേരളം എന്ന സ്വപ്നം യാഥാർത്ഥ്യത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണെന്നും മന്ത്രി പറഞ്ഞു. ഏരൂരിൽ സ്മാർട്ട് വില്ലേജ് ഓഫീസ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. 10 ലക്ഷം വരെ വർദ്ധിപ്പിക്കപ്പെട്ട ഈ സംഖ്യ അടയ്ക്കപ്പെടാതെ വന്നാൽ പണ്ട് ചെണ്ടകൊട്ടി വിളംബരം നടത്തുന്നത് പോലെ ഇന്ന് ചെണ്ടയില്ലാത്തത് കൊണ്ട് കെട്ടിടത്തിൽ ഒട്ടിച്ച് ആത്മഹത്യക്ക് വിധേയമാകും വിധം അപമാനം ഏറ്റുവാങ്ങി അയാളുടെ കിടപ്പാടം നഷ്ടപ്പെടാതിരിക്കാൻ
അയാൾക്കുള്ളത് ഏക കിടപ്പാടമാണെങ്കിൽ മറ്റെവിടെയും ഭൂമിയും കെട്ടിടവുമില്ലെങ്കിൽ അയാൾ 5 ലക്ഷത്തിന്റെ ഏതെങ്കിലും വിധത്തിലുള്ള കടമെടുത്ത് 10 ലക്ഷത്തിന്റെ പരിധി വിട്ടുപോകാതിരിക്കുകയും ആ പണം അടയ്ക്കാൻ പറ്റാത്തതിന്റെ കാരണം കൃത്യമായ ജനുവിനായ കാരണമായി മാറുകയും ചെയ്താൽ ആ കിടപ്പാടം ഇനി ബാങ്കിന് ജപ്തി ചെയ്യാനാകില്ല എന്ന നിയമം പാസാക്കുമ്പോൾ ബാങ്കുകാരെ അപകടത്തിൽപ്പെടുത്തുക എന്നല്ല, ബാങ്കുമായി നെഗോഷിയേറ്റ് ചെയ്ത് അവനടക്കേണ്ട പണം കേരളത്തിലെ ഗവൺമെന്റ് അതിന്റെ ഖജനാവിൽ നിന്നടച്ച് ആ കിടപ്പാടം അയാൾക്ക് തിരിച്ചു കൊടുക്കാൻ കഴിയുന്ന വിധത്തിലുള്ള 24 നിയമങ്ങൾ ഈ കേരളത്തിന്റെ മുന്നിൽ വന്ന ഒരു നിയമസഭയാണ് കേരളത്തിൽ കഴിഞ്ഞത്. അതിലാണ് ഈ സെറ്റിൽമെന്റ് ആക്ട്. 50 ലക്ഷം രൂപ വിനിയോഗിച്ചാണ് ഏരൂരിൽ സ്മാർട്ട് വില്ലേജ് ഓഫീസ് നിർമ്മിച്ചത്. അത്യാധുനിക സംവിധാനങ്ങളും സൗകര്യങ്ങളോടും കൂടിയാണ് വില്ലേജ് ഓഫീസ് നിർമ്മിച്ചത്. ഭിന്നശേഷി സൗഹൃദമായാണ് നിർമ്മാണം. 1 വർഷം കൊണ്ടായിരുന്നു നിർമ്മാണം പൂർത്തീകരിച്ചത്. ഉദ്ഘാടന സമ്മേളനത്തിൽ PS സുബാൽ MLA അധ്യക്ഷത വഹിച്ചു. ഏരൂർ വില്ലേജ് ഓഫീസിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ സമയബന്ധിതമായി പൂർത്തീകരിച്ച് സ്മാർട്ട് വില്ലേജ് ഓഫീസായി ഇന്ന് നമ്മുടെ ബഹുമാനരായിട്ടുള്ള മന്ത്രി ശ്രീ K. രാജൻ പ്രഖ്യാപിക്കുകയാണ്. ഇന്നിപ്പോൾ അറയ്ക്കൽ വില്ലേജ് ഓഫീസിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ച് അതിന്റെ ഔപചാരികമായ ഉദ്ഘാടനം കഴിഞ്ഞിട്ടാണ് ഞങ്ങളിവിടെ എത്തിയിട്ടുള്ളത്. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഓമന മുരളി, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് G. അജിത്ത, വൈസ് പ്രസിഡന്റ് V. രാജി, ADM നിർമ്മൽ കുമാർ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പുനലൂർ. തീരദേശ ഹൈവേയുടെ 2ാം റീച്ചിന്റെ സർവേ ഉടൻ ആരംഭിക്കും. ഇതിനായി ശക്തികുളങ്ങര, കൊല്ലം വെസ്റ്റ് വില്ലേജുകളിൽ നിന്ന് ഭൂമി ഏറ്റെടുക്കാൻ സർക്കാർ അനുമതിയായി. 9.5762 ഹെക്ടർ ഭൂമി ഏറ്റെടുക്കാനാണ് സർക്കാർ അനുമതി നൽകിയത്. തങ്കശ്ശേരി മുതൽ നീണ്ടകര വരെയുള്ള തീരദേശപാത 2ാം റീച്ചിനു വേണ്ടി ഉടൻ സ്ഥലം ഏറ്റെടുക്കും. ശക്തികുളങ്ങര, കൊല്ലം വെസ്റ്റ് ജില്ലകളിൽ നിന്ന് 9.57 ഹെക്ടർ ഭൂമി ഏറ്റെടുക്കാൻ സർക്കാർ അനുമതി നൽകി. സർവേ തുടങ്ങാനുള്ള നടപടികളിലേക്ക് റവന്യൂ വകുപ്പ് കടന്നിട്ടുണ്ട്. വിദഗ്ധ സമിതിയുടെ ശുപാർശ, സാമൂഹിക ആഘാത പഠന റിപ്പോർട്ട്, കളക്ടറുടെ റിപ്പോർട്ട് എന്നിവയുടെ അടിസ്ഥാനത്തിലാണ് ഭൂമി ഏറ്റെടുക്കാൻ അനുമതി നൽകിയത്. ഏറ്റെടുക്കുന്ന ഭൂമി 2008 നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമത്തിലും ചട്ടങ്ങളിൽ പറഞ്ഞിരിക്കുന്ന നടപടിക്രമങ്ങൾ പാലിച്ചു മാത്രമേ പരിവർത്തനം ചെയ്യാവൂ എന്ന വ്യവസ്ഥ ചെയ്തിട്ടുണ്ട്. തീരദേശപാതയുടെ 2ാം റീച്ചിലെ സാമൂഹിക ആഘാത പഠന റിപ്പോർട്ട് നേരത്തെ പ്രസിദ്ധീകരിച്ചിരുന്നു. പരവൂർ കാപ്പിൽ മുതൽ ആലപ്പാട് വരെ ജില്ലയിലെ തീരദേശ ഹൈവേയുടെ ദൂരം 41 കിലോമീറ്ററാണ്. കാപ്പിൽ മുതൽ തങ്കശ്ശേരി വരെ 7.18 കിലോമീറ്ററും തങ്കശ്ശേരി മുതൽ നീണ്ടകര വരെ 17.8 കിലോമീറ്ററും നീണ്ടകര മുതൽ അഴീക്കൽ വരെ 16.5 കിലോമീറ്ററും എന്നിങ്ങനെ 3 റീച്ചുകളായാണ് പദ്ധതി വിഭാവനം ചെയ്തിരിക്കുന്നത്. 2ാമത്തെ റീച്ചായ തങ്കശ്ശേരി മുതൽ നീണ്ടകര റീച്ചിലെ സ്ഥലം ഏറ്റെടുക്കാനാണ് ഇപ്പോൾ അനുമതി ലഭിച്ചത്. ന്യൂസ് ബ്യൂറോ, ഓച്ചിറ. തുലാമാസ പൂജകൾക്കായി ശബരിമല നട തുറന്നു. തന്ത്രി കണ്ഠരര് മോഹനരുടെ സാന്നിധ്യത്തിൽ മേൽശാന്തി അരുൺകുമാർ നമ്പൂതിരിയാണ് നട തുറന്ന് ദീപം തെളിച്ചത്. തുലാമാസ പൂജകൾക്കായി ശബരിമല നട തുറന്നു. തന്ത്രി കണ്ഠരര് മഹേഷ് മോഹനരുടെ സാന്നിധ്യത്തിൽ മേൽശാന്തി അരുൺകുമാർ നമ്പൂതിരിയാണ് നട തുറന്നത്. ശ്രീകോവിലിലെ ദീപം തെളിച്ചു. പിന്നീട് മാളികപ്പുറം ക്ഷേത്രം തുറക്കാൻ മേൽശാന്തി വാസുദേവൻ നമ്പൂതിരിക്ക് താക്കോലും ഭസ്മവും നൽകി യാത്രയാക്കി. 18ാം പടി ഇറങ്ങി ആദി തെളിച്ച ശേഷമാണ് തീർത്ഥാടകരെ പടികയറി ദർശനത്തിന് അനുവദിച്ചത്. ശനിയാഴ്ച തുലാമാസ പുലരിയിൽ ഉഷപൂജയ്ക്ക് ശേഷം മേൽശാന്തി നറുക്കെടുപ്പ് നടക്കും. ശനിയാഴ്ച മുതൽ 22 വരെ ദിവസവും ഉദയാസ്തമന പൂജ, കളഭാഭിഷേകം, പടിപൂജ എന്നിവയുണ്ടാകും. ചിത്തിര ആട്ടത്തിരുന്നാൾ പ്രമാണിച്ച് 21-ന് വിശേഷാൽ പൂജകൾ നടക്കും. 22-ന് രാത്രി 10-ന് നടയടയ്ക്കും. 22-ന് ഉച്ചയ്ക്ക് 11:50-ന് രാഷ്ട്രപതി ദ്രൗപദി മുർമു ശബരിമല ദർശനത്തിനായി സന്നിധാനത്തെത്തും. ന്യൂസ് ബ്യൂറോ, പത്തനംതിട്ട. തേവലക്കരയിൽ വിശ്വാസി സംഗമം നടത്തി. പന്മന ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. സ്വർണ്ണക്കൊള്ള നടത്തിയ ദേവസ്വം ബോർഡിനും സംസ്ഥാന സർക്കാരിനും എതിരായാണ് വിശ്വാസി സംഗമം നടത്തിയത്. വിശ്വാസികളെ വഞ്ചിച്ച് സ്വർണ്ണക്കൊള്ള നടത്തി ശബരിമലയുടെ പവിത്രത നശിപ്പിക്കുന്ന സംസ്ഥാന സർക്കാരിനും ദേവസ്വം ബോർഡിനുമെതിരെയാണ് കോൺഗ്രസ് പന്മന ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തേവലക്കരയിൽ വിശ്വാസ സംഗമം സംഘടിപ്പിച്ചത്. KPCC വക്താവ് രാജു P. നായർ വിശ്വാസി സംഗമം ഉദ്ഘാടനം ചെയ്തു. ശബരിമലയിൽ വലിയ കൊള്ള നടത്തുകയാണ് സർക്കാരും ദേവസ്വം ബോർഡുമെന്ന് അദ്ദേഹം പറഞ്ഞു. വെയിലേൽക്കുന്ന ആ അമ്പലത്തെ ശ്രീകോവിലിന്റെ മുകളിലുള്ള മേൽക്കൂരയ്ക്ക് സ്വർണം പോയിടത്ത് ഒരു കുഴപ്പവും സംഭവിച്ചിട്ടില്ല. അതേസമയം താഴത്തുള്ള കട്ടളയ്ക്കും പാളിക്കും ദ്വാരപാലക ശില്പത്തിനും മങ്ങി എന്ന് പറഞ്ഞാൽ നമുക്ക് ആർക്കും വിശ്വസിക്കാൻ പറ്റില്ല. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് മനോരമ പത്രത്തിൽ 2 ഫോട്ടോയും അടിച്ചു വന്നു. 1999 സ്വർണം പൊതിഞ്ഞ ദ്വാരപാലക ശില്പത്തിന്റെ ചിത്രവും
ഉണ്ണികൃഷ്ണൻ പോറ്റി ഏകദേശം 6 മാസങ്ങൾക്ക് മുമ്പ് പൊതിഞ്ഞ, അല്ലെങ്കിൽ 4 വർഷങ്ങൾക്ക് മുമ്പ് പൊതിഞ്ഞ സ്വർണ്ണപ്പാളി ചിത്രത്തിന്റെ ഫോട്ടോയും പുറത്തു വന്നു. മനോരമയിലെ ചിത്രത്തിൽ തന്നെ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാകും അതില് തട്ടിപ്പ് നടന്നിട്ടുണ്ടെന്നുള്ള കാര്യത്തിൽ നമുക്ക് യാതൊരു തർക്കവുമില്ലാതെ മനസ്സിലാവും. അപ്പൊ ആസൂത്രിതമായ കൊള്ള നടന്നു. 2019 കൊണ്ടുപോയി. പ്രസിഡന്റ് ആർ ജയകുമാർ അധ്യക്ഷത വഹിച്ചു. UDF ചെയർമാൻ കോലത്ത് വേണുഗോപാൽ, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സന്തോഷ് തുപ്പാശ്ശേരി, DCC ജനറൽ സെക്രട്ടറി വിഷ്ണു വിജയൻ, മണ്ഡലം പ്രസിഡന്റുമാരായ കോണിൽ രാജേഷ്, അൻവർ കാട്ടിൽ, നിഷ സുനീഷ്, ശിവപ്രസാദ്, O ബിജുകുമാർ, യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി ഷംല നൌഷാദ, പാലക്കൽ ഗോപൻ, K പ്രഭാകരൻപിള്ള തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ചവറ. മോഷണക്കേസിലെ പ്രതികളുമായി തെളിവെടുപ്പ് നടത്തി. ചിതറ മടത്തറ ശിവൻമുക്കിൽ കഴിഞ്ഞ മാസം കടകളിൽ മോഷണം നടത്തിയ പ്രതികളുമായാണ് തെളിവെടുപ്പ് നടത്തിയത്. കടകൾ കുത്തിത്തുറന്നായിരുന്നു മോഷണം. ഞാൻ ഈ മണ്ണിൽ ജനിച്ചോളാണ്. ചോടുകോട്ടെ പ്രാചാരത്തിന്റെ ചെറുമോനാണെങ്കിൽ അത് ഈ ചെറുക്കനില്ലേന്താണ് ഞാനുള്ള എടുത്തു വെച്ചോളാം കേട്ടോ. അവിടെ മേശാരിപ്പിക്കുന്നു. കഴിഞ്ഞ മാസം 17-നാണ് ചിതറ മടത്തറ ശിവൻമുക്കിലെ കടകളിൽ മോഷണം നടന്നത്. ശിവൻമുക്കിൽ പ്രവർത്തിക്കുന്ന ദിനേശിന്റെ ഉടമസ്ഥതയിലുള്ള രേവതി സ്റ്റോർ, ഷീബയുടെ ഉടമസ്ഥതയിലുള്ള റേഷൻ കട, പ്രഫുല്ലചന്ദ്രന്റെ ഉടമസ്ഥതയിലുള്ള GG സ്റ്റോർ എന്നിവിടങ്ങളിലായിരുന്നു മോഷണം. കടകൾ കുത്തിത്തുറന്നാണ് മോഷണം നടത്തിയത്. കഴിഞ്ഞ മാസം 18-ാം തീയതി എൻ്റെ കടയിൽ മോഷണം നടന്നു. രാവിലെ കട ഒന്ന് നോക്കുമ്പോൾ ഗ്രില്ല് തകർത്ത് പൂട്ട് പൊളിച്ച് അകത്ത് കയറി, ഷട്ടറിൻ്റെ പൂട്ട് പൊളിച്ച് അകത്ത് കയറി. അന്നത്തെ റാഷൻ പൈസ 8000 രൂപയും 10-15 സിഗരറ്റും മോഷണം പോയിട്ടുണ്ടായിരുന്നു. മോഷണം നടന്ന ദിവസം സമീപത്തെ CCTVയിൽ പ്രതികൾ സഞ്ചരിച്ച ചുവന്ന മാരുതി സ്വിഫ്റ്റ് കാർ പതിഞ്ഞിരുന്നു. ഈ കാറിനെ കേന്ദ്രീകരിച്ച് അന്വേഷണം പുരോഗമിക്കവെയാണ് നിരവധി മോഷണക്കേസുകളിലെ പ്രതികളായ തിരുവനന്തപുരം സ്വദേശികളായ അയ്യൂബ് ഖാൻ, സയ്യിദ് അലവി എന്നിവർ പാലോട് പോലീസിനെ കബളിപ്പിച്ച് കടന്നു കളഞ്ഞത്. പിന്നീട് ഇവരെ മലപ്പുറത്ത് നിന്ന് പോലീസ് പിടികൂടുകയായിരുന്നു. പ്രതികളെ ചോദ്യം ചെയ്തതിൽ മടത്തറ ശിവൻമുക്കിൽ നടന്ന മോഷണത്തിൽ ഇരുവർക്കും പങ്കുള്ളതായി കണ്ടെത്തി. തുടർന്ന് ചിതറ സബ് ഇൻസ്പെക്ടർ അജിത് ലാലിന്റെ നേതൃത്വത്തിൽ പ്രതികളെ കോടതിയിൽ നിന്ന് കസ്റ്റഡിയിൽ വാങ്ങുകയും ശിവൻമുക്കിലെ വ്യാപാര സ്ഥാപനങ്ങളിൽ എത്തിച്ച് തെളിവെടുപ്പ് നടത്തുകയുമായിരുന്നു. ന്യൂസ് ബ്യൂറോ, ചിതറ. ദീപാവലിയോടനുബന്ധിച്ച് യാത്രക്കാരുടെ തിരക്കിനെ തുടർന്ന് വിവിധ ട്രെയിനുകൾക്ക് താൽക്കാലികമായി അധിക കോച്ച് അനുവദിച്ചു. സ്പെഷ്യൽ ട്രെയിൻ അനുവദിക്കുന്നതിന് പകരമായാണ് ഒരു കോച്ച് മാത്രം അനുവദിച്ചത്. കേരളത്തിനകത്തും പുറത്തേക്കും വലിയ രീതിയിലുള്ള യാത്രാ ദുരിതമാണ് അനുഭവപ്പെടുന്നത്. തിരുവനന്തപുരത്ത് നിന്ന് വടക്കൻ കേരളത്തിലേക്കുള്ള ഒരു ട്രെയിൻ മാത്രമാണ് കോച്ച് അധികമായി അനുവദിച്ചത്. ദീപാവലിയോടനുബന്ധിച്ച് യാത്രക്കാരുടെ തിരക്കിനെ തുടർന്നാണ് വിവിധ ട്രെയിനുകൾക്ക് താൽക്കാലികമായി അധിക കോച്ച് അനുവദിച്ചത്. സ്പെഷ്യൽ ട്രെയിൻ അനുവദിക്കുന്നതിന് പകരമായാണ് ഒരു കോച്ച് മാത്രം അനുവദിച്ചിട്ടുള്ളത്. ഇതിനെതിരെ പ്രതിഷേധവും ഉയർന്നിട്ടുണ്ട്. 18, 20 തീയതികളിൽ ചെന്നൈ സെൻട്രൽ, തിരുവനന്തപുരം സെൻട്രൽ സൂപ്പർഫാസ്റ്റിനും 17, 19, 21 തീയതികളിൽ തിരുവനന്തപുരം സെൻട്രൽ, ചെന്നൈ സെൻട്രൽ സൂപ്പർഫാസ്റ്റിനും അധിക കോച്ച് അനുവദിച്ചു. 17, 20 തീയതികളിൽ കാരയ്ക്കൽ എറണാകുളം ജംഗ്ഷൻ എക്സ്പ്രസ്, 18, 21 തീയതികളിൽ എറണാകുളം ജംഗ്ഷൻ കാരയ്ക്കൽ എക്സ്പ്രസ്, 21 തിരുവനന്തപുരം സെൻട്രൽ രാമേശ്വരം അമൃത എക്സ്പ്രസ്, 17, 22 തീയതികളിൽ രാമേശ്വരം തിരുവനന്തപുരം സെൻട്രൽ അമൃത എക്സ്പ്രസ് എന്നിവയ്ക്ക് അധിക കോച്ച് അനുവദിച്ചിട്ടുണ്ട്. 18, 20 തീയതികളിൽ മംഗളൂരു സെൻട്രൽ, തിരുവനന്തപുരം സെൻട്രൽ മാവേലി എക്സ്പ്രസിനും 17, 19, 21 തീയതികളിൽ തിരുവനന്തപുരം സെൻട്രൽ, മംഗളൂരു സെൻട്രൽ മാവേലി എക്സ്പ്രസിനും അധിക കോച്ച് അനുവദിച്ചു. 21 ചെന്നൈ സെൻട്രൽ ആലപ്പുഴ എക്സ്പ്രസിനും 17, 22 തീയതികളിൽ ആലപ്പുഴ ചെന്നൈ സെൻട്രൽ എക്സ്പ്രസിനും 17 തിരുവനന്തപുരം സെൻട്രൽ കോഴിക്കോട് ജനശതാബ്ദി എക്സ്പ്രസ്, കോഴിക്കോട് തിരുവനന്തപുരം സെൻട്രൽ ജനശതാബ്ദി എക്സ്പ്രസ് എന്നിവയ്ക്കും ഓരോ കോച്ച് അധികമായി റെയിൽവേ അനുവദിച്ചു. ന്യൂസ് ഡെസ്ക്. പുനലൂർ ചുമട്ടുതൊഴിലാളി ക്ഷേമ ബോർഡ് ഓഫീസിന് മുന്നിൽ ഉപരോധം നടത്തി. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് ചുമട്ടുതൊഴിലാളി ഫെഡറേഷൻ INTUC ആണ് ഉപരോധം സംഘടിപ്പിച്ചത്. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടായിരുന്നു പുനലൂർ ചുമട്ടുതൊഴിലാളി ക്ഷേമ ബോർഡ് ഓഫീസിന് മുന്നിൽ ഉപരോധം നടത്തിയത്. ചുമട്ടുതൊഴിലാളി ഫെഡറേഷൻ INTUC സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു ഉപരോധം. N അനീഷിന്റെ നേതൃത്വത്തിലായിരുന്നു ഉപരോധം നടത്തിയത്. INTUC സംസ്ഥാന സെക്രട്ടറി ഏരൂർ സുഭാഷ് ഉദ്ഘാടനം ചെയ്തു. ആ തൊഴിൽ കാർഡുകൾ സമ്പാദിച്ചു വെച്ചുകൊണ്ട് കോടതി ഉത്തരവുകളുടെ ബലത്തിൽ ഇപ്പോൾ നിലവിലുള്ള തൊഴിലാളികളുടെ തൊഴിൽ നിഷേധിക്കുന്നു. ഇത് പുനലൂരിലെ മാത്രം സ്ഥിതിയല്ല. കേരളത്തിലെമ്പാടും ഈ തൊഴിലാളി വിരുദ്ധ നടപടികൾ ഈ ഗവൺമെന്റിന്റെ ഒത്താശയോടുകൂടിയാണ് നടക്കുന്നത്. ക്ഷേമനിധി ബോർഡിൽ നിന്ന് കോടിക്കണക്കിന് രൂപ ഈ പാവപ്പെട്ട തൊഴിലാളികൾ രാവിലെ 5 മണിക്ക് 4 മണിക്ക് ഇവിടെ വന്ന് രാത്രി 7 മണിയോളം ഇവിടെ ചുമടെടുക്കുന്ന തൊഴിലാളികൾ അവരടയ്ക്കുന്ന അവരുടെ ക്ഷേമ ബോർഡിൽ നിന്ന് അവർക്ക് പെൻഷൻ ലഭിക്കേണ്ടുന്ന തുക, അവരുടെ കുട്ടികൾക്ക് ആനുകൂല്യം ലഭിക്കേണ്ട തുക, അവരുടെ ചികിത്സയ്ക്ക് ലഭിക്കേണ്ടുന്ന തുക, ഈ കോടിക്കണക്കിന് രൂപ സർക്കാർ
ഈ തൊഴിലാളി ക്ഷേമനിധി ബോർഡിൽ നിന്ന് എടുത്തുകൊണ്ടുപോയി. സി വിജയകുമാർ മുഖ്യപ്രഭാഷണവും നടത്തി. ഈ സമയങ്ങളിലായി ഇത്തരത്തിൽ ഗവൺമെന്റ് അംഗീകരിച്ച് ചുമട്ടുതൊഴിലാളികൾ അടക്കമുള്ള ആളുകൾക്ക് വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ള നിയമങ്ങൾ കൃത്യമായി പാലിച്ചുകൊണ്ട് വ്യാപാരി വ്യവസായി സമൂഹങ്ങളുമായി പരിപൂർണമായി സഹകരിച്ചുകൊണ്ട് വ്യാപാര വ്യവസായ സ്ഥാപനങ്ങളുടെ കൂടി ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഈ തൊഴിലാളികളെ സംബന്ധിച്ച് സമീപ വലിയ പ്രതിസന്ധിയും ഈ തൊഴിൽ മേഖലയിൽ നിന്ന് ആയിരക്കണക്കിന് തൊഴിലാളികൾ കൊഴിഞ്ഞു പോകും ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റുമാരായ നാസർ, വിപിൻ, ഷെമി അസീസ്, ഓമനക്കുട്ടൻ ഉണ്ണിത്താൻ, കൺവീനർമാരായ ജനാബ്, സുരേഷ്, മണിരാജൻ പിള്ള, നവാസ് ഖാൻ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പുനലൂർ. പട്ടികജാതി പട്ടികവർഗ വികസന കോർപ്പറേഷന്റെ വായ്പകൾ വിതരണം ചെയ്തു. കൊല്ലം ജില്ലാ പഞ്ചായത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. കൊല്ലം കോർപ്പറേഷൻ, ഇളമാട് ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ CDS മുഖേനയുള്ള അയൽക്കൂട്ടം അംഗങ്ങൾക്കാണ് വായ്പ നൽകിയത്. പട്ടികജാതി പട്ടികവർഗ വികസന കോർപ്പറേഷന്റെ വായ്പാ വിതരണമാണ് ജില്ലാ പഞ്ചായത്തിൽ സംഘടിപ്പിച്ചത്. കൊല്ലം കോർപ്പറേഷൻ, ഇളമാട് ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ CDS മുഖേനയുള്ള അയൽക്കൂട്ടം അംഗങ്ങൾക്കാണ് വായ്പ നൽകിയത്. M. മുകേഷ് MLA ഉദ്ഘാടനം ചെയ്തു. കൊല്ലം CDSന് 2.09 കോടി രൂപയും ഇളമാട് CDSന് 15,83,000 രൂപയുടെ വായ്പയുമാണ് വിതരണം ചെയ്തത്. അവരത് നിയമമായതുകൊണ്ട് വിധേയമായി മനസ്സിനെ അത് പാകപ്പെടുത്തിയിട്ട് നമ്മൾ അങ്ങോട്ട് പോകാൻ പാടില്ല എന്ന് വളരെ നിഷ്കർഷമാണ്. ബ്രാഹ്മണന്മാരത് ഭയങ്കരമായി ആസ്വദിക്കുമ്പോൾ, ശൂദ്രന്മാർ ആസ്വദിക്കുന്നത് ബ്രാഹ്മണർ വരുമ്പോൾ മാറി നിൽക്കുക എന്നുള്ളതല്ല, ഈഴവർ എത്ര ദൂരം മാറി നിൽക്കുന്നുണ്ട് എന്നുള്ളൊരു ആസ്വാദനമാണ്. ഈഴവരുകൊണ്ട് മോശക്കാരല്ല, അവർ ദളിതർ, അതായത് കൊലയന്മാരും പകയന്മാരും എത്ര ദൂരം മാറി നിൽക്കുന്നുണ്ട്, അവര് നിയമം അനുശാസിക്കുന്നുണ്ട്. ഇത് സ്വമേധയാ മനസ്സിലങ്ങ് ഉറപ്പിച്ചതിന് ശേഷം എത്രയോ കാലം കേരളം ജീവിച്ചിരുന്നു. നവോത്ഥാന നായകന്മാരുടെ അഘോരാത്രം ജീവൻ ത്യജിച്ച് ത്യാഗോജ്ജലമായ പോരാട്ടം കാരണമാണ് നമ്മൾ ഇന്നെല്ലാവരും ഒരേപോലെ ഇരിക്കുന്നത്, ഒരേപോലെ ജീവിതം ആസ്വദിക്കുന്നതും ഒരേപോലെ അവസരങ്ങൾ നമ്മുടെ മുമ്പിൽ നിൽക്കുന്നതും. സ്വയം തൊഴിൽ വായ്പാ വിതരണം കൊല്ലം കോർപ്പറേഷൻ ഡെപ്യൂട്ടി മേയർ S. ജയൻ നിർവഹിച്ചു. പട്ടികജാതി പട്ടിക വികസന കോർപ്പറേഷൻ ചെയർമാൻ KK ഷാജു അധ്യക്ഷത വഹിച്ചു. ഡിവിഷൻ കൗൺസിലർ B. ശൈലജ, ജില്ലാ പട്ടികജാതി വികസന ഓഫീസർ K. സുനിൽകുമാർ, കോർപ്പറേഷൻ മാനേജിംഗ് ഡയറക്ടർ VP സുബ്രഹ്മണ്യൻ, കോർപ്പറേഷൻ ജില്ലാ മാനേജർ S. നന്ദകുമാർ, രാഷ്ട്രീയ കക്ഷി പ്രതിനിധികളും പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കൊല്ലം. കൊല്ലത്തും ആലപ്പുഴയിലും കൊച്ചി മാതൃകയിൽ വാട്ടർ മെട്രോ നടപ്പാക്കുന്നു. ഇതിന്റെ സാധ്യതാ പഠനം 2 മാസത്തിനകം ആരംഭിക്കും. പഠനം തുടങ്ങി 2 മാസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കാനാണ് ലക്ഷ്യമിടുന്നത്. വിവിധ സംസ്ഥാനങ്ങളിലായി രാജ്യത്ത് 21 കൊച്ചിയുടെ മാതൃകയിൽ വാട്ടർ മെട്രോ നടപ്പാക്കുന്നതിനാണ് ശ്രമം. സംസ്ഥാനത്ത് നിന്ന് ആലപ്പുഴ, കൊല്ലം ജില്ലകൾ മാത്രമാണ് ഇതിൽ ഇടം നേടിയിട്ടുള്ളത്. 21 4 സ്ഥലത്ത് മാത്രമാണ് ഇനി സാധ്യതാ പഠനം നടത്താനുള്ളത്. ലക്ഷദ്വീപ്, കൊൽക്കത്ത, ആലപ്പുഴ, കൊല്ലം എന്നിവിടങ്ങളിലാണ് സാധ്യതാ പഠനം നടത്താൻ ബാക്കിയുള്ളത്. മുംബൈ, ശ്രീനഗർ, പട്ന, വാരണാസി എന്നിവിടങ്ങളിൽ പദ്ധതിയുടെ സാധ്യതാ പഠനം പൂർത്തിയാക്കി റിപ്പോർട്ട് നൽകിയിട്ടുണ്ട്. ഇതിൽ മുംബൈയിലെ പദ്ധതിക്ക് വിശദമായ രൂപരേഖ തയ്യാറാക്കുന്നതിനുള്ള കരാർ KMRL തന്നെയാണ് ലഭിച്ചത്. കൊച്ചിയിൽ 2023 ഏപ്രിൽ 25 വാട്ടർ മെട്രോ സർവീസ് തുടങ്ങിയത്. കൊച്ചിയിലെ പദ്ധതിയുടെ മികവ് കണക്കിലെടുത്താണ് രാജ്യത്തെ മറ്റു സ്ഥലങ്ങളിലേക്ക് കൂടി വാട്ടർ മെട്രോ വ്യാപിപ്പിക്കാൻ തീരുമാനിച്ചത്. കൊച്ചി വാട്ടർ മെട്രോയിൽ യാത്രക്കാരുടെ എണ്ണം 50 ലക്ഷം പിന്നിട്ടിരുന്നു. കൊച്ചിയിൽ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലേക്കുൾപ്പെടെ വാട്ടർ മെട്രോ നീട്ടുന്നത് പരിഗണനയിലുണ്ട്. ഇതിന്റെ പ്രാരംഭ പഠനത്തിനും തുടക്കമായിട്ടുണ്ട്. കൊല്ലത്തും ആലപ്പുഴയിലും കൂടി വാട്ടർ മെട്രോ യാഥാർത്ഥ്യമായാൽ സംസ്ഥാനത്തിന്റെ വിനോദസഞ്ചാര മേഖലയ്ക്ക് നേട്ടമാകുമെന്നാണ് കരുതുന്നത്. ന്യൂസ് ബ്യൂറോ, കൊല്ലം. പ്രധാന വാർത്തകൾ വീണ്ടും. തെക്കുംഭാഗം സ്വദേശിനി അതുല്യയുടെ മരണം. ഭർത്താവ് സതീഷിനെതിരായ കൊലപാതക കുറ്റം ഒഴിവാക്കാനൊരുങ്ങി ക്രൈംബ്രാഞ്ച്. ആത്മഹത്യ പ്രേരണ ചുമത്തും. കൊല്ലത്തും ആലപ്പുഴയിലും കൊച്ചി മാതൃകയിൽ വാട്ടർ മെട്രോ സാധ്യതാ പഠനം 2 മാസത്തിനകം. പഠനം തുടങ്ങി 2 മാസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കും. തീരദേശ
രണ്ടാം റീച്ച് സർവേ ഉടൻ ആരംഭിക്കും. ശക്തികുളങ്ങര, കൊല്ലം വെസ്റ്റ് വില്ലേജുകളിൽ നിന്ന് ഭൂമി ഏറ്റെടുക്കാൻ അനുമതി. സംസ്ഥാനത്ത് തുലാവർഷം എത്തിയതായി കാലാവസ്ഥാ കേന്ദ്രം. തെക്കു പടിഞ്ഞാറൻ മൺസൂൺ പൂർണ്ണമായും പിന്മാറി. തെക്കൻ കേരളത്തിൽ ഇടിമിന്നലോട് കൂടിയ ശക്തമായ മഴ തുടരും. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.